ബൈക്ക് അധികമായി ഉപയോഗിക്കുന്നവർക്ക് ഈ കൈത്തണ്ടിനൊരു വേദന വരാം, അല്ലെങ്കിൽ സാധനങ്ങൾ എടുക്കുമ്പോൾ ഒരു പെയിൻ വരാം. അത് ഗ്രാജുവലി അവരുടെ ജോലി പരമായിട്ട് വരുന്നതാണ്, ജോലി ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്. പക്ഷെ അത് ലോങ് ടൈമിൽ അതിനൊരു പ്രശ്നം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും റിസോൾവ് ചെയ്യാൻ പറ്റുക? അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫിസ്റ്റിംഗ് മൂവ്മെൻ്റ് എന്ന് പറയും, കൈ ചുരുട്ടി പിടിച്ചിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമ്മൾ നല്ല റബ്ബർ പറമ്പുകളൊക്കെ ഉള്ള നാടാണ് നമ്മുടെ. അപ്പം അതിൽ ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്നവർ കറക്കുന്ന ആ ഒരു ഉപകരണം ഇല്ലേ, അപ്പോൾ അതിൽ തുടർച്ചയായിട്ട് കുറേ റബ്ബർ ഷീറ്റ് അടിച്ച് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഇവർ ഈ പെയിനുമായിട്ട്. അപ്പോൾ ഈ ഒരു ഫിസ്റ്റിംഗ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന നമ്മുടെ എൽബോയുടെ ഏരിയയിൽ ഉൾപ്പെടെ അവർക്ക് പെയിൻ തോന്നാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡീക്യൂർവെയിൻസ് ഡിസീസ് എന്ന് പറയും, അതായത് ഈ ഒരു തള്ളവിരലിൻ്റെ താഴെയായിട്ട് പെയിൻ തോന്നാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മീഡിയൻ നെർവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് റിസ്റ്റിൽ. അപ്പോൾ ഇതെല്ലാം കംപ്രഷൻ ന്യൂറോപ്പതീസ് ആണ്, അല്ലെങ്കിൽ ഓവർ യൂസ് ഇഞ്ചുറീസിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാറ്റേണിലേക്ക് ഈ ഒരു ഫിസ്റ്റിംഗ് മൂവ്മെൻറ്റ് വഴിയായിട്ട് അസുഖങ്ങൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഒന്നുമില്ല, ചിലപ്പോൾ വീട്ടുപണി ചെയ്യുന്ന ഒരു വീട്ടമ്മയായിരിക്കാം. അപ്പം കൂടുതൽ തുണി ഇപ്പോൾ ഒരുമിച്ചിട്ട് അലക്കി